നമുക്ക് ഇനി NDA ക്യാമ്പിലേക്ക് ഒന്ന് പോകാം. സായ്കുമാർ, ഗുഡ് ഈവനിങ്. സ്ഥാനാർത്ഥി ദിവസവും ഈ ഭവന സന്ദർശനത്തിൽ കൂടുതൽ കേന്ദ്രീകരിക്കുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത്. ഇന്ന് ഏതൊക്കെ മേഖലകളിലാണ് കാണാതെ പോയ അല്ലെങ്കിൽ ഇതുവരെ സമയം കിട്ടാതെ പോയ ഇടങ്ങളിലാണോ? എവിടെയൊക്കെയായിരുന്നു പ്രചാരണം? ഗുഡ് ഈവനിങ് സുജയ. തീർച്ചയായും UDF LDF സ്ഥാനാർത്ഥികളെ പോലെ തന്നെ ഇന്ന് കൃത്യമായ ഷെഡ്യൂൾ NDA സ്ഥാനാർത്ഥിക്കും ഉണ്ടായിരുന്നില്ല. ഇന്ന് മണ്ഡലത്തിലുടനീളം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനം. പ്രത്യേകിച്ച് നഗരമേഖലകളിൽ മറ്റു പഞ്ചായത്തുകളിൽ ഒക്കെ കീഴ്ഘടകങ്ങൾ ഇനിയും സ്ഥാനാർത്ഥി എത്തണം എന്നാവശ്യപ്പെട്ട ഇടങ്ങളിൽ അദ്ദേഹം എത്തി. ചില പ്രധാനപ്പെട്ട വ്യക്തികളെ നേരിൽ കണ്ടു. അതോടൊപ്പം പ്രാദേശിക തലത്തിൽ അവിടെയുള്ള പ്രവർത്തകർ വിളിച്ച ചില യോഗങ്ങളിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അതായത് പ്രാദേശികമായി ഇതുവരെ നടത്തിയ മുന്നൊരുക്കങ്ങൾ ഏതുവരെയായി എന്ന് സ്ഥാനാർത്ഥി തന്നെ നേരിട്ട് വിലയിരുത്തുന്ന ചില യോഗങ്ങളിലും ഇന്ന് ശ്രീ കൃഷ്ണകുമാർ പങ്കെടുത്തിട്ടുണ്ട്. ഇനിയുള്ള സമയങ്ങളിലും വിശ്രമമില്ലാത്ത നേരം തന്നെയാണ് NDA സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം. എന്നാലും വലിയ ആത്മവിശ്വാസത്തിലാണ് BJP ക്യാമ്പ്, NDA ക്യാമ്പ് ഇപ്പോഴുള്ളത്. ഒരു തരത്തിലും ഒരു വിവാദവും മുന്നണിയെ ബാധിച്ചിട്ടില്ല. ഇപ്പോൾ കൽപ്പാത്തി അടക്കമുള്ള മേഖലകളിൽ പോലും ഇത്തവണ വലിയ വോട്ട് വീതം BJPക്ക് ലഭിക്കും എന്നുള്ളതാണ് അവരുടെ ഏറ്റവും ഒടുവിലത്തെ വിലയിരുത്തൽ. RSS അടക്കം എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഉത്തരേന്ത്യയിലടക്കം RSS അവരുടെ തെരഞ്ഞെടുപ്പ് മിഷനറി പ്രവർത്തിപ്പിക്കുന്നത്, അതേപോലെ തന്നെ ഇത്തവണ ഇവിടെ പ്രവർത്തിപ്പിക്കാനായി എന്നാണ് RSS നേതൃത്വം അവരുടെ അവസാനവട്ട വിലയിരുത്തലായി പറയുന്നത്. അത് BJP ക്യാമ്പിനൊക്കെ വലിയ ആത്മവിശ്വാസം പകർന്നിട്ടുമുണ്ട്. സന്ദീപ് വാര്യർ വിഷയങ്ങളൊന്നും യാതൊരു തരത്തിലും ചലനമുണ്ടാക്കില്ല. അതോടൊപ്പം LDF അവരുടെ വോട്ട് മുഴുവനായും അവർ പിടിച്ചാൽ തങ്ങൾക്ക് ഇത്തവണ വലിയ വെല്ലുവിളി ഉണ്ടാകില്ല എന്നും പ്രതീക്ഷിക്കുന്നു. ഏറ്റവും ഒടുവിലത്തെ കണക്ക് പ്രകാരം നഗരപരിധിയിൽ നിന്ന് ഏകദേശം 50% വോട്ട്, ഏകദേശം 8000-ലധികം വോട്ട് ഈ നഗരസഭയിൽ നിന്ന് പിടിക്കുകയും മറ്റിടങ്ങളിൽ അല്പം ലീഡ് കുറഞ്ഞാൽ പോലും വിജയിച്ചു കയറാം എന്ന ഒരു വിലയിരുത്തലിലേക്ക് തന്നെയാണ് BJP പോകുന്നത്. അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് കിട്ടും എന്ന്, ഒന്നുകൂടി പോയി കണ്ടാൽ ഇങ്ങോട്ടേക്ക് വരും എന്നുള്ള വോട്ടുകൾ കേന്ദ്രീകരിച്ചാണ് ഇന്ന് പ്രധാനമായും BJP സ്ഥാനാർത്ഥി ശ്രമിച്ചത്. അവരോട് പോയി കാര്യങ്ങൾ വിശദീകരിക്കുന്നു. അതോടൊപ്പം ന്യൂനപക്ഷ മേഖലകളിൽ ഏതെങ്കിലും തരത്തിൽ വിള്ളലുണ്ടായി രണ്ട് കൂട്ടർക്കും വോട്ടുകൾ ചിന്നിച്ചിതറുകയാണെങ്കിൽ അതും തങ്ങൾക്ക് അനുകൂലമാകും എന്ന ഒരു വിലയിരുത്തലുണ്ട്. അതുകൊണ്ട് വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് NDA ക്യാമ്പും ഇന്നുള്ളത്. സുജയ. ഓക്കെ, സായ്കുമാറാണ് NDA ക്യാമ്പിലെ വിവരങ്ങൾ പങ്കുവച്ചത്. LDF ക്യാമ്പിൽ നിന്ന് സാനിയോ മനോമിയും ഒപ്പം UDF ക്യാമ്പിൽ നിന്ന് അലമീനും. താങ്ക് യു ഗൈസ്. നമുക്ക് ഇനിയും വീണ്ടും കണ്ടുമുട്ടേണ്ടി വരും. നാളത്തെ വോട്ടോട്ടത്തിനൊക്കെ തയ്യാറായോ എന്നതുകൂടി നമുക്ക് അറിയണം. റോഷിപാലിന്റെ നേതൃത്വത്തിൽ വലിയൊരു സംഘമാണ് പാലക്കാട്ട് തയ്യാറെടുത്ത് നിൽക്കുന്നത്. അലമീൻ, എല്ലാവരും തയ്യാറല്ലേ? ഉഷാറല്ലേ നാളത്തേക്ക്? ഫുൾ സെറ്റാണ് സുജയ. കഴിഞ്ഞ കുറേ ദിവസമായി ഉഷാറാണല്ലോ, നമ്മൾ വിശ്രമമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാളെ ഒരു ദിവസത്തേക്ക് വേണ്ടി പ്രത്യേകിച്ച് തയ്യാറാകേണ്ട ആവശ്യമൊന്നുമില്ല. സ്ഥാനാർത്ഥികളോടും പാർട്ടിക്കാരോടും അതിന് പിന്നാലെ സ്വിച്ചിട്ട യന്ത്രം പോലെ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ കൂടുതൽ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തട്ടെ. സാനിയോ മനോമിയൊക്കെ ഒരു തെരഞ്ഞെടുപ്പിന്റെ അവസാന മണിക്കൂർ വരെയൊക്കെ പരമാവധി വോട്ടർമാരെ ബൂത്തിലെത്തിച്ചതിന്റെ റെക്കോർഡിട്ട ആളാണ് മണർകാട് പഞ്ചായത്തിൽ. സാനിയോ ഓർക്കുന്നുണ്ടല്ലോ, നാളെ അപ്പോൾ അതുപോലെ കൂടുതൽ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തട്ടെ, പോളിംഗ് ശതമാനമൊക്കെ കൂടട്ടെ, എല്ലാവരും ജനാധിപത്യത്തിന്റെ ഉത്സവത്തിൽ പങ്കാളികളാകട്ടെ. അങ്ങനെയല്ലേ സാനിയോ? അതെ, ഞാനത് ഓർക്കുന്നുണ്ട്. അത് നമ്മൾ അവസാന നിമിഷം വോട്ടർമാരെ വരൂ എന്ന് പറഞ്ഞ് എല്ലാവരെയും ബൂത്തിലേക്ക് ഓടിച്ച് കയറ്റുന്ന ഒരു കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഏതായാലും നാളെ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ജനാധിപത്യത്തിന്റെ ഉത്സവം നമുക്ക് ഗംഭീരമാക്കാം. സായി, അങ്ങനെയല്ലേ? ചേലക്കരയിൽ ഒരു ഉത്സവം നടത്തിയിട്ടാണ് സായി ഇപ്പോൾ പാലക്കാട്ട് എത്തിയിരിക്കുന്നത്. തീർച്ചയായും സുജയ. അന്ന് പക്ഷേ EP നമ്മുടെ കൂടുതൽ സമയം അപഹരിച്ചിട്ടുണ്ട്. നാളെ അങ്ങനെയൊന്നും ഉണ്ടാകില്ല. നമുക്ക് പൂർണ്ണമായും ഈ വോട്ടെടുപ്പ് ദിനത്തിൽ വോട്ടർമാർക്കൊപ്പം തന്നെ നിൽക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അത്രമാത്രം വലിയ ആവേശമാണ് എന്തായാലും പാലക്കാടുള്ളത്. നമ്മളും അതോടൊപ്പം വലിയൊരു സംഘത്തെ തന്നെയാണ് ഇവിടെ വിന്യസിച്ചിരിക്കുന്നത് റോഷിപാലിന്റെ നേതൃത്വത്തിൽ. തീർച്ചയായും. അപ്പോൾ നമ്മൾ ഓരോ ബൂത്തിലെയും വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ഏത് ബൂത്തിലാണ് വോട്ടിടാനായിട്ട് മറന്നിരിക്കുന്നത് എന്നുള്ളത് ആ വീട്ടുകാർക്ക് ഓർമ്മിപ്പിച്ച് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് നാളെ കൂടുതൽ കാഴ്ചകൾ പോളിംഗ് ബൂത്തിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ എത്തിക്കും. താങ്ക് യു ഗൈസ്.